എക്കാലവും ലോകത്ത് ഏറ്റവും അധികം ചർച്ചയാവുന്ന കാര്യമാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണത്തിന് ശേഷം മനുഷ്യന് എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചും. ഇന്നും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചർച്ച തന്നെയാണ്. നിങ്ങൾ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മരിച്ചു കഴിഞ്ഞിട്ട് ആത്മാവ് വേറൊരു ലോകത്തേക്ക് പോകുമോ? സ്വർഗവും നരകവും ഒക്കെ ഉണ്ടോ? അല്ലെങ്കിൽ പുനർജനിക്കുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഈ ആത്മാവ് എന്ന് പറയുന്നതിനെ തന്നെ ആകാം ചിലപ്പോൾ എനർജി എന്നൊക്കെ വിളിക്കുന്നത്. എന്താണെങ്കിലും മനുഷ്യന് ജീവൻ നൽകുന്നത് ആത്മാവാണെന്ന് ആണ് മതവിശ്വാസങ്ങളിലൊക്കെ പറയുന്നത്. പല മതവിശ്വാസങ്ങളും ചിലതിൽ മറ്റു പല അഭിപ്രായങ്ങളും ഉണ്ട് താനും. എന്തായാലും മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ഉള്ള ഒരു ചോദ്യമാണ് മരണശേഷം എന്ത് സംഭവിക്കുമെന്നത്. ഒന്നുകിൽ ഒരാളുടെ ആത്മാവ് സ്വർഗത്തിൽ പോകും, ഇല്ലെങ്കിൽ നരകത്തിൽ പോകുമെന്നൊക്കെ മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിരുന്നു. അമേരിക്കൻ റാഞ്ചറായിട്ടുള്ള ക്രിസ് ലെങ്കൻ ഇതുമായി ബന്ധപ്പെടുത്തി നടത്തിയ ചില പ്രസ്താവനകളാണ് ഇക്കാര്യത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. ലോകത്തിൽ അപാര ബുദ്ധിശക്തി ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞരാണ് ആൽബർട്ട് ഐൻസ്റ്റീനും സ്റ്റീഫൻ ഹോക്കിങ്ങും ഒക്കെ. ഇവരെക്കാളൊക്കെ തന്നെ IQ ഉള്ള, അല്ലെങ്കിൽ ഇവരെക്കാളൊക്കെ തന്നെ ഇന്റലിജൻസ് കോഷ്യന്റ് ഉള്ള വ്യക്തിയാണ് ക്രിസ് ലെങ്കൻ. ഒരു അഭിമുഖത്തിനിടയിൽ ഇദ്ദേഹം അവതാരകൻ മരണത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ച സമയത്ത് നൽകിയ മറുപടിയാണ് ഇപ്പോൾ ഏറെ ചർച്ചയാവുന്നത്. മരണം ഒരു അവസാനമല്ലെന്നും അടുത്ത ഘട്ടമാണെന്നുമാണ് അദ്ദേഹം നൽകിയ ഉത്തരം. ആരാണ് ക്രിസ് ലെങ്കൻ എന്ന് അറിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ ഉത്തരത്തിനും പ്രസക്തിയേറുന്നത്. ക്രിസ്റ്റഫർ മൈക്കിൾ ലെങ്കൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. IQ ടെസ്റ്റിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിക്കൊണ്ട് പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഗിന്നസ് ലോക റെക്കോർഡിൽ പോലും ഇദ്ദേഹത്തിന് ഇടമുണ്ട്. എറിക് ഹാർട്ട് എന്ന അപരനാമത്തിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. വളരെ ചെറിയൊരു പ്രായത്തിൽ തന്നെ അപാരമായ ബുദ്ധിലക്ഷണങ്ങൾ ഇദ്ദേഹം കാണിക്കുകയുണ്ടായി. ഗണിതം, തത്വചിന്ത, അതുപോലെ ഭൗതിക ശാസ്ത്രം തുടങ്ങിയവയും ലാറ്റിൻ, ഗ്രീക്ക് എന്നിങ്ങനെയുള്ള ഭാഷകളിലുമൊക്കെ ഇദ്ദേഹം പ്രാവീണ്യം നേടി. ഇതിനിടയിലാണ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു പുസ്തകം രചിക്കുന്നത്. കോഗ്നിറ്റീവ് തിയറിറ്റിക് മോഡൽ ഓഫ് യൂണിവേഴ്സ്, എ ന്യൂ കൈൻഡ് ഓഫ് റിയാലിറ്റി തിയറി എന്നാണ് ഇദ്ദേഹം രചിച്ച ആ പുസ്തകത്തിന്റെ പേര്. മരണശേഷം മനുഷ്യരിൽ എന്താണ് സംഭവിക്കുക? ഈ കാര്യത്തിൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഗവേഷക സംഘം ചില കണ്ടെത്തലുകൾ നടത്തിയുണ്ടായി. ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചാലും കുറച്ചധികം സമയം തലച്ചോറ് ഉണർന്നിരിക്കും. അപ്പോൾ എന്ത് നടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഹൃദയാഘാതം സംഭവിച്ച് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ചിലരെ പഠനത്തിന് തിരഞ്ഞെടുക്കുകയും ഇവരിൽ നടത്തിയ പഠനങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു കണ്ടെത്തൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. ഹൃദയം നിലച്ചുവെങ്കിലും തലച്ചോറ് പ്രവർത്തനക്ഷമമായിരുന്നുവെന്ന് അങ്ങനെ കണ്ടെത്തുകയും ചെയ്തു. ഡോക്ടറും നഴ്സും ഒക്കെ പരിചരിക്കുന്നതെല്ലാം തന്നെ ഇത്തരത്തിൽ ഹൃദയസ്തംഭനം നേരിട്ടവർക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞുവെന്നതായിരുന്നു ഈ ഒരു വിഷയത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എന്നു മാത്രമല്ല, ഇത്തരത്തിൽ ആ സമയത്ത് ഡോക്ടറും അതുപോലെ നഴ്സുമാരും ഒക്കെ അവിടെ ഉള്ളപ്പോൾ ഇവരുടെ സംഭാഷണങ്ങൾ പോലും കൃത്യമായിട്ട് ഓർത്തെടുത്ത് അത് പങ്കുവയ്ക്കാനും ഇത്തരം പേഷ്യൻസിന് സാധിച്ചു. അങ്ങനെയാണ് ഡോക്ടർമാർ ഈ ഒരു കണ്ടെത്തലിലേക്ക്, അല്ലെങ്കിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. മരിച്ചാലും കുറെ സമയത്തേക്ക് നാം എല്ലാം അറിയുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മരണം എങ്ങനെയാണ് അനുഭവിക്കാനാവുക? ഹൃദയം പ്രവർത്തനം അവസാനിപ്പിച്ചാലും കുറച്ചു നേരത്തേക്ക് കൂടി തലച്ചോറിന് പ്രവർത്തിക്കുവാൻ ആവശ്യമായ ഓക്സിജൻ ഉണ്ടാവും. ഇത് പൂർണ്ണമായും ഇല്ലാതെയാകുന്നതോടെ മാത്രമാണ് തലച്ചോറ് മരണപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുക. അതുവരെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഗവേഷണ സംഘം പറയുന്നത്. ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ആ വ്യക്തിക്ക് പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിരിക്കും. അതിനാൽ തന്നെ അദ്ദേഹം ആത്യന്തികമായി അവിടെ മരണം സംഭവിക്കുകയും ചെയ്യും, പതിയാണെങ്കിൽ കൂടി. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നതിന് എന്നതിനെ കുറിച്ചുമൊക്കെ മതങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പലതും പറയുന്നുണ്ട്. എന്നാൽ ഈ ക്രിസ് ലെങ്കൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഏറ്റവും IQ ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് മരണം എന്നത് ഒന്നിന്റെ അവസാനമല്ല, മറിച്ച് മറ്റൊന്നിന്റെ തുടക്കമോ അടുത്തൊരു ഘട്ടമോ ആണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ഇവിടെയാണ് ഗരുഡ പുരാണത്തിന് പ്രസക്തിയുള്ളത്. മഹാവിഷ്ണു ഗരുഡന് ഉപദേശമായി കൊടുത്ത കാര്യങ്ങളാണ് ഈ ഗരുഡ പുരാണം എന്ന് പറയുന്നത്. ഇതിൽ ആത്മാവിന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണശേഷം എന്താണ് ഓരോ ആത്മാവിനും സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഒക്കെ വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തി മരണം സംഭവിക്കുന്ന നിമിഷത്തിൽ ധാരാളം മാനസികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകും. എന്നാൽ ആ മാറ്റങ്ങൾ മരണം സംഭവിക്കുന്ന വ്യക്തിയോട് അടുത്തു നിൽക്കുന്ന ആർക്കും മനസ്സിലാവുകയുമില്ല.
മരണത്തിലേക്ക് കടക്കുന്ന അവസാന നിമിഷങ്ങളിൽ ആത്മാവ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നാശം സംഭവിക്കുന്നു. ഇതിലൂടെ ഓരോ അവയവത്തിന്റെയും ചലനശേഷിയും നഷ്ടപ്പെടുന്നു. ഇതോടെ കണ്ണീര് പുറത്തേക്ക് വരുന്നു. ഇതിനെയാണ് മരണത്തിന്റെ ആദ്യ നിമിഷങ്ങളെന്ന് ഗരുഡ പുരാണത്തിൽ അല്ലെങ്കിൽ നിർവചിക്കുന്നത്. അതേസമയം ജീവിതത്തിൽ പാപം ചെയ്തവർക്ക് അവസാന നിമിഷം കാര്യങ്ങൾ വിപരീതമായിരിക്കുമെന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഡോക്ടർ ഈബൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ന്യൂറോ സർജൻ, അദ്ദേഹം ഒരുപാട് ഗവേഷണങ്ങൾ ഇക്കാര്യത്തിൽ നടത്തുകയും എന്നിട്ട് പ്രൂഫ് ഓഫ് ഹെവൻ എ ന്യൂറോ സർജൻസ് ജേർണി ഇൻ ടു ദ ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരുപാട് ഗവേഷണങ്ങൾക്ക് ശേഷം ആത്മീയമായ ഒരു മണ്ഡലത്തിന്റെ അസ്തിത്വമുണ്ടെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഒരു സന്യാസിയല്ല വന്നിരുന്നു പറയുന്നത്, അദ്ദേഹം ഒരു ന്യൂറോ സർജൻ മാത്രമല്ല, അതിലുപരിയായിട്ടൊരു ഗവേഷകൻ കൂടിയാണ്. അദ്ദേഹം ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ടുകളെല്ലാം പ്രസിദ്ധീകരിച്ച ആളാണ്. എന്നിട്ടാണ് അദ്ദേഹം പുസ്തകത്തിലൂടെ ഇക്കാര്യം സമർത്ഥിക്കുന്നത്. ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ മറ്റൊരു പ്രശസ്തനായിട്ടുള്ള ഒരു ഗവേഷകനാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില റിസർച്ചുകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചുമൊക്കെ വളരെയധികം ആഴത്തിൽ ഗവേഷണം നടത്തുകയും 2500 കേസ് സ്റ്റഡി നടത്തുകയും ചെയ്ത ആളാണ്. ഇതും ഒരു സന്യാസിയൊന്നും അല്ല പറയുന്നത്. സന്യാസിമാരുടെ വാക്കുകൾക്ക് പൊതുവെ എല്ലാവരും ഒരു ആത്മീയതയുടെ പരിവേഷം നൽകുന്നത് കൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. സ്വതന്ത്രരായിട്ടുള്ള ശാസ്ത്രജ്ഞരാകുമ്പോൾ അവര് കേസ് സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത്, അവരുടെ കണ്ടെത്തലുകൾ പറയുന്നത്. പുനർജന്മവുമായി ബന്ധപ്പെട്ട ഗവേഷണത്തെക്കുറിച്ച് ഇദ്ദേഹം ഏകദേശം 2500-ലധികം കേസ് സ്റ്റഡി നടത്തുകയും വിശേഷിച്ച് കൂടുതലും കുട്ടികളായിരുന്നു. കുട്ടികളുടെ മുൻകാല ജീവിതങ്ങളെ ഓർമ്മിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ആ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ പുനർജന്മം എന്നത് സംഭവിക്കുന്ന ഒന്നാണെന്ന് അദ്ദേഹം ശക്തമായിട്ട് വാദിക്കുകയും അതിനുള്ള തെളിവുകൾ വരെ പുറത്തുവിടുകയും ചെയ്ത ആളാണ് ഈ പറയുന്ന ഇവാൻ സ്റ്റീവൻസൺ. വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. ഡോക്ടർ പിം വാൻ ലോമൻ, ഈ ഡോക്ടർ പിം വാൻ ലോമൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്റ്റഡി നടത്തിയിട്ടുള്ള ആളാണ്. ഇദ്ദേഹം പ്രൊഫഷൻ വൈസ് ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഒരു ലാൻഡ്മാർക്ക് സ്റ്റഡി എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഈ കാർഡിയാക് അറസ്റ്റ് വന്നിട്ടുള്ള പേഷ്യൻസിൽ ഒരു സ്റ്റഡി നടത്തുകയും 2001 അദ്ദേഹം ഒരു പ്രസിദ്ധീകരണം പുറത്തിറക്കുകയും ചെയ്തു. അതിനകത്തുനിന്ന് ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു. നമ്മുടെ ബോധം എന്ന് പറയുന്നത് തലച്ചോറിൽ നിന്ന് സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. അതായത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് തികച്ചും നമ്മുടെ തലച്ചോറിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇത് മരണാനന്തര ജീവിതത്തിന്റെ സാധ്യതയും പുനർജന്മം പോലെയുള്ള വിശ്വാസങ്ങളെയും പിന്തുണയ്ക്കുന്ന കണ്ടെത്തലാണ്. ഡോക്ടർ റെയ്മണ്ട് മൂഡി, ഒരുപക്ഷെ ഒരുപാട് നിങ്ങളൊക്കെ കേട്ട് ഒരു പേര് തന്നെയായിരിക്കും. ഇദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഒരു ഫിലോസഫറാണ്, ഒരു മെഡിക്കൽ ഡോക്ടറുമാണ്. ഇദ്ദേഹവും ഒരുപാട് ഗവേഷണം ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള ഒരാളാണ്. ആയിരക്കണക്കിന് കേസുകൾ സ്റ്റഡി ചെയ്തതിനു ശേഷം അദ്ദേഹം ഈ മരണത്തിന് തൊട്ടു മുമ്പ് പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇത് എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം അവർ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ അവരെ കേസ് സ്റ്റഡി നടത്താൻ സാധിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇദ്ദേഹം നടത്തിയ സ്റ്റഡീസിൽ ഇവരിലെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഒരു പാറ്റേൺ ഇദ്ദേഹം നോട്ടീസ് ചെയ്തു. അതായത് എല്ലാവരും ഒരേ വികാരങ്ങളിലൂടെയാണ് പോകുന്നത്, ഒരേ വികാരമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നയാള്. അതായത് മരണത്തിന് തൊട്ടു മുമ്പ്, എന്നാൽ മരിച്ചിട്ടുമില്ല, ജീവിതത്തിലേക്ക് അവർക്ക് മടങ്ങി വരാൻ കഴിയുകയും ചെയ്തു. ഇത്തരം സന്ദർഭത്തിൽ ഇവരെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരേ വികാരങ്ങൾ, ഒരു സമാധാനത്തിന്റെ തികച്ചും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വികാരമാണത്രേ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു വെളിച്ചമായിരിക്കും അവർ കാണുന്നത്. അതായത് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ ഈ ഘട്ടത്തിൽ അവർ കണ്ടുമുട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പൊതുവായ പാറ്റേണുകൾ അദ്ദേഹം തിരിച്ചറിയുകയും ഈ അനുഭവങ്ങളെല്ലാം തന്നെ മരണാനന്തരമായ ഒരു ജീവിതത്തിന്റെ സൂചനയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. സോ ഇത് നമ്മുടെ മുമ്പിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റകളാണ്. ഇതുപോലെ ഒരുപാട് ഗവേഷണങ്ങൾ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം പറയുന്നത് മരണാനന്തര ജീവിതം ഉണ്ടെന്നാണ്. 2 രീതിയിലാണ്. ഒന്ന് പുനർജന്മം, 2 മരണശേഷമുള്ള ഒരു ജീവിതം. ഇത് രണ്ടും 2 രീതിയിൽ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നെങ്കിലും മരണശേഷം എന്ത് എന്ന ചോദ്യത്തിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്. ഇക്കാര്യത്തിലുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യൂ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്? ഒന്നുറപ്പാണ്, സ്വർഗവും നരകവും ഒന്നുമില്ല. അത്തരത്തിലുള്ള എവിഡൻസ് ഒന്നും ആർക്കും കിട്ടിയിട്ടുമില്ല. എന്നാൽ മനുഷ്യന്റെ ഈ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അവന്റെ തലച്ചോറിൽ നിന്ന് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോധം, ഒരു എനർജി ആണ് എന്നും ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ബോഡിക്ക് മരണം സംഭവിച്ചാലും ഈ എനർജി എക്സിസ്റ്റ് ചെയ്യുമെന്നും
അത് സ്വതന്ത്രമായിട്ട് നിൽക്കുവാനോ അല്ലെങ്കിൽ ഒരു പുനർജന്മത്തിലേക്ക് എത്താനോ അതിന് സാധിക്കുമെന്നും ഒക്കെയുള്ള സ്റ്റഡീസാണ് പലരും മുന്നോട്ട് വയ്ക്കുന്നത്. ബാക്കിയുള്ള ഈ സ്വർഗ നരക കോൺസെപ്റ്റുകൾക്കൊന്നും മതവിശ്വാസത്തിൽ കവിഞ്ഞുള്ള അടിത്തറയൊന്നും ഇപ്പോഴും നമ്മുടെ മുമ്പിലില്ല. ഇന്നത്തെ ഇതുവരെയുള്ള ഒരുപാട് പഠനങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ മരണശേഷം ഒരു ലൈഫ് അല്ലെങ്കിൽ പുനർജന്മം എന്നതിന് സാധ്യത വളരെയുണ്ട്. പ്രത്യേകിച്ച് 2500 കേസ് സ്റ്റഡിയൊക്കെ നടത്തിയ സയന്റിസ്റ്റുകളുടെ കണ്ടെത്തലുകളെ നിസ്സാരമായി നമുക്ക് കാണാനും കഴിയില്ല. ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.